KSRTC ഞാൻ പോവും, യാത്ര ചെയ്യും സൗജന്യമായിട്ട് തന്നെ. ഇവൻ കയറുന്ന വണ്ടിയിൽ കണ്ടക്ടറിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഇവൻ തന്നെ മണി അടിച്ച് നിർത്തിക്കോളും പൊക്കോളും. അപ്പൊ കണ്ടക്ടർമാര് സമരത്തിലേക്ക് ഇറങ്ങും. എനിക്ക് ഗർഭപാത്രം ഉണ്ട്, സത്യം. വിശ്വാസമായില്ല? പിന്നെ നീ മഹാ കഞ്ഞിയാടാ, അതുകൊണ്ട് നിനക്ക് കഞ്ഞിയും പയറും കഴിക്കണ പാത്രം കാണുമ്പോൾ നിനക്ക് തോന്നും അത് ഗർഭപാത്രമാണെന്ന്. ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചുരിദാറിട്ട മാമനെ കുറിച്ചാണ്. മാമ ഇപ്പൊ സാരിയൊക്കെ കൊടുത്ത് വന്ന് നിന്നിട്ടുണ്ട്. അപ്പൊ മാമനാണെങ്കിൽ ഇപ്പൊ എയറിലാണ്. ഏറിൽ പോയിട്ട് കിടന്നു കൈയും കാലും ഇട്ട് അടിച്ച് കുറെ വർത്താനം പറയുന്നുണ്ട്. ഒരു KSRTC ബസ്സിൽ കയറാൻ ഈ ഗവൺമെന്റ് കോൺഗ്രസ്സുകാര് അറിയാതെ ഒരു പ്രഖ്യാപനം നടത്തി, സ്ത്രീകൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ നടക്കുന്നതെല്ലാം ചരിത്രം. നമുക്ക് ആദ്യം നമ്മുടെ മാമൻ പറയുന്ന ആ ഒരു വാചകം ഒന്ന് കേട്ടിട്ട് വരാം. അപ്പൊ എനിക്ക് KSRTC സൗജന്യ യാത്ര വേണ്ട, പകുതി മതി. എവിടേക്കാ പൊടിച്ചാൽ 200 രൂപകളുടെ ചാർജ് ആണെങ്കിൽ ഞാൻ 100 രൂപ കൊടുക്കത്തുള്ളൂ. പകുതി പെണ്ണാണല്ലോ, അങ്ങനെ ആൾക്കാർ പറയുന്നത്. അപ്പൊ പകുതി കൺസിഡറേഷൻ കിട്ടട്ടെ എനിക്ക്. എന്തായാലും അത് ഞാൻ നേടിയെടുക്കുകയും ചെയ്യും. KSRTC ഞാൻ പോവും, യാത്ര ചെയ്യും സൗജന്യമായിട്ട് തന്നെ. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും സർജറി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആൾക്കാർ പറയും നീ അതിന് ഫുൾ സർജറി ചെയ്തോന്ന്. അപ്പൊ എനിക്ക് KSRTC അപ്പോഴേ നീ ആരടാ? അർദ്ധനാരീശ്വരനാ? നീ പകുതിയാണും പകുതി പെണ്ണും കളിച്ചു കിടക്കാൻ അർദ്ധനാരീശ്വരനാ? പിന്നെ നീ ചുരിദാറിട്ട് അതിൻ്റെ അകത്ത് കയറി നിനക്ക് 100 രൂപ 200ന് 100 രൂപയാണെങ്കിൽ എല്ലാ ആണുങ്ങളും, ഇവനൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ചുരിദാർ സാരി ഇട്ട് കയറണം. എന്നിട്ട് എന്ത് ചെയ്യണം? 200 രൂപ സ്ഥാനത്ത് നിങ്ങൾ 150 രൂപ കൊടുക്കണം, സാരിയും ചുരിദാറും ഇട്ടതിൻ്റെ പേരിൽ. എങ്ങനെ നോക്കിയാലും ഗവൺമെന്റിന് നഷ്ടം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവൻ കയറുമ്പോൾ കുറേ എണ്ണം സാരി കൊടുത്ത് വലിഞ്ഞു കയറും. അവരെ പൈസ നിങ്ങൾക്ക് പകുതിയെ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇവൻ കയറുന്ന വണ്ടിയിൽ കണ്ടക്ടറിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഇവൻ തന്നെ മണി അടിച്ച് നിർത്തിക്കോളും പൊക്കോളും. അപ്പൊ കണ്ടക്ടർമാർ സമരത്തിലേക്ക് ഇറങ്ങും. അപ്പം അതും KSRTCക്ക് നഷ്ടം. ഗവൺമെന്റ് നിങ്ങൾ തീരുമാനിക്കുക. അത്രമാത്രം ഗവൺമെന്റിന് വിട്ടുതരെയാണ് ഇവനെ കയറ്റണോ വേണ്ടെന്നുള്ളത്. അറിയാതെ ഒന്ന് പ്രഖ്യാപിച്ചു പോയി. അത് ഇവൻ അത് മുതലെടുത്ത് ഇത്രയും വലിയ ചെറ്റത്തരം പരിപാടിയാക്കി കളയുമെന്ന് അവർ പോലും ചിന്തിച്ച് കാണത്തില്ല. ഇനി നമുക്ക് യവൻ ഈ ഗർഭപാത്രത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും യവൻ ഈ പ്രസ്താവന നടത്തുമ്പോൾ സ്ത്രീകളായിട്ടുള്ള എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുകൊണ്ട് എല്ലാവരും ചോദിക്കും, നിനക്ക് ഗർഭപാത്രം ഉണ്ടോ, നീ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ, നിനക്ക് പീരിയഡ്സ് ഒന്നുണ്ടോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ചോദിക്കും. കാരണം ഇവൻ കുറേ മാസത്തിന് മുമ്പ് ഗർഭം ഉണ്ടാക്കി ഞാൻ ഇപ്പം പ്രസവിക്കും, ഞാൻ നാളെ പ്രസവിക്കും, ഞാൻ മറ്റന്നാൾ ഉച്ചയ്ക്ക് പ്രസവിക്കും എന്നും പറഞ്ഞ് നടന്ന് എല്ലാ പെണ്ണുങ്ങളും കൂടെ എടുത്തിട്ട് ഊക്കിക്കൊന്ന് ഇവൻ തിരിച്ചകത്ത് കയറിപ്പോയി. ഇവനാരാ? ആനെ ഇവൻ 10 മാസത്തിന് മേളിൽ ഗർഭം കൊണ്ട് നടന്ന് പ്രസവിക്കാൻ. ഇതുവരെയ്ക്ക് ഇവൻ പ്രസവിച്ചില്ലേ? ഓരോ ഉടായിപ്പോയിട്ട് ഇറങ്ങി. ഇവനെയൊക്കെ കല്ലെറിഞ്ഞ് ഓട്ടിക്കണം നാട്ടിൽ നിന്ന്. ഇവനെ മാത്രമല്ല, ഇവന്റെ യൂണിവേഴ്സിലുള്ള എല്ലാവരും. അപ്പൊ നമുക്കിനി ജാസി പറഞ്ഞ ആ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കുറെ തെറി പറഞ്ഞ് കുറെ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഓ വാവ് ഫണ്ടാസ്റ്റിക് എന്നൊക്കെ വിചാരിച്ച് കുറെ കമന്റ് ചെയ്യുന്ന കുറെ കമന്റോളികളും കുറെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സപ്പോർട്ടോളികളും ഉണ്ടാവും. അയ്യോ, ആ കൈകൊട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ കൈകൊട്ട് കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ബാംഗ്ലൂർ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വന്ന് കൈകൊട്ടി പൈസ വാങ്ങുന്നത്. പൈസ വാങ്ങിച്ചില്ലെങ്കിൽ യവൻ കാണിച്ച ചില പരിപാടികൾ അങ്ങ് പൊക്കി കാണിക്കുകയും ചെയ്യും. ഞാനിത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരെ. പിന്നെ കമന്റോളികൾ ഉണ്ട്. ഓ ഉണ്ടടാ, അതുകൊണ്ട് നീ പറയാൻ മാത്രമേ ചെയ്യാവോ? കമന്റ് ഇട്ടൂടെ? നിന്റെ യൂണിവേഴ്സിലുള്ളവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ദൈവത്തിനെ പോലെ പറയും, നമ്മളത് കേൾക്കുക. നിങ്ങളെ യൂണിവേഴ്സ് എന്തോന്നടെ റേഡിയോയാ? നിങ്ങൾക്ക് മാത്രം പറയാൻ നമുക്ക് തിരിച്ച് പറഞ്ഞുകൂടാ? കമന്റ് ഇട്ടൂടാ? അപ്പൊ അത്രയ്ക്ക് സഹിക്കാൻ വയ്യെങ്കിൽ ഒന്നും മിണ്ടാതെ വായു അടിച്ച് മോരുകറി മീനും ഉണ്ടാക്കി ആശിര മുമ്പ് വിളമ്പി വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നോളണം. അല്ലാതെ വന്ന് പറഞ്ഞാൽ എല്ലാരും പറയും. ഇനി അവന്റെ അടുത്ത വീഡിയോ കാണാം. അമ്മടിയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും പുരുഷനാണോ സ്ത്രീയാണെന്നുള്ളത് നിങ്ങൾ തുണി ഊരി എനിക്ക് കാണിച്ചു തരുമോ? ഇവൻ ചോദിക്കുന്നത് കാണിച്ചു തരുമോ? പിന്നെ നീ വന്ന് നില്ലടാ, കാണിച്ചു തരാടാ. നിനക്കതായിരിക്കും ഇഷ്ടം. നീ വന്ന് നിൽക്കുമ്പോൾ തന്നെ എല്ലാണോ ഊരി കാണിച്ചു തരും. നീ അങ്ങനെ ചെയ്യുമെന്നും പറഞ്ഞ് നീ ആ സിലിക്കണും കെട്ടി വെച്ചിട്ട് നീ അതെന്തോ വലിയ കാര്യമാണെന്നും പറഞ്ഞ ഒരു ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് ജീവിച്ചിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരെ മുമ്പ് നീ തുണി പൊക്കി കാണിച്ചില്ലേ? അതുപോലെ തന്നെ നാട്ടിൽ കിടക്കണ എല്ലാവരും ഒന്നും വിചാരിച്ചോ?
ഇവൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ഉപ്പ ആണാണോ പെടാൻ. ഞങ്ങളുടെ അമ്മയും അച്ഛനൊന്നും അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ അവരെ വയറ്റിൽ നിന്നാണ് ജനിച്ചത് അമ്മേരെ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം അവർ പൂർണ്ണമായ സ്ത്രീയാണെന്ന്. ഇനി അച്ഛനും കൂടി ഒരു ഭാഗമാണ് ഒരു കുഞ്ഞ് ജനിക്കണേന്. അതുകൊണ്ട് ഞങ്ങൾക്കറിയാടാ ഞങ്ങളുടെ അച്ഛനൊക്കെ ആണാണെന്ന്. നിന്നെ കണക്ക് നീ പോലും വെളിവില്ലാതാ പെണ്ണെന്ന് പറഞ്ഞാൽ അർത്ഥം ആണെന്ന് പറഞ്ഞാൽ പെണ്ണ് എന്നും പറഞ്ഞ് നടക്കുന്നതല്ല. കേട്ടടാ? അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. നീ എവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ നില്ല്, അപ്പൊ അവരൊക്കെ പൊക്കി കാണിച്ചു തരും. അതുകൊണ്ടാണ് നിനക്ക് തോന്നുന്നത് എല്ലാരും വന്ന് പൊക്കി കാണിച്ചു തരും. ഇരുന്നോ അവിടെ ഇപ്പൊ തന്നെ പൊക്കി കാണിച്ചു തരും. ഇനി നമുക്ക് അടുത്ത അവന്റെ പ്രസ്താവനയിലേക്ക് പോവാം. അറിയേണ്ടത് ഞങ്ങൾക്ക് ഗർഭാത്രം ഉണ്ടോന്നാണ്. ഉണ്ട്. എനിക്ക് ഗർഭാത്രം ഉണ്ട്. സത്യം. വിശ്വാസമായില്ല? ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം പോകുന്ന വെച്ചിട്ടല്ലേ ഞാൻ പ്രസവിക്കാത്തത്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പ്രസവിക്കില്ലേ? ഞാൻ പോയി ടെസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിലോ എനിക്ക് പറയാൻ പറ്റും. അയ്യോ, നട്ടപ്രാന്തൻ എന്ന് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് ഉച്ചക്കിർക്ക് വന്നവനാണ് ഇവൻ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ നീ മഹാ കഞ്ഞിയാടാ. അതുകൊണ്ട് നിനക്ക് കഞ്ഞിയും പയറും കഴിക്കണ പാത്രം കാണുമ്പോൾ നിനക്ക് തോന്നും അത് ഗർഭപാത്രമാണെന്ന്. ഇത് സംസാരിക്കുമ്പോൾ ഇവന്റെ ഉമ്മ എല്ലാവരും ഇതിൽ ഉൾപ്പെടും. അവരെ നിന്ന് നമുക്ക് പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ വരും. നിനക്ക് അത്രയ്ക്കേ കാണൂ. എടാ കഞ്ഞി, നീ കഞ്ഞിയും പയറും കഴിക്കണ പാത്രത്തെയാണ് നീ അങ്ങനെ അതുപോലെ കാണും. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്നടാ. ആദ്യം പോയി തലച്ചോറുണ്ടാന്ന് നോക്കടാ, എന്നിട്ട് വല്ല പാത്രം ഉണ്ടാന്ന് നീ നോക്ക്. നിനക്കറിയാമോടാ അതിന്റെ വില? ഇന്ന് നീ നിവർന്ന് നിന്ന് ഈ ചെറ്റത്തരം പറയുന്നത് നീ ആ പാത്രത്തിന്റെ അകത്തുനിന്ന് പുറത്തോട്ട് വന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നീ പറയൂല. ഇത് പറയാൻ നീ കാണൂല. നിന്റെ അപ്പുറത്തൊരു കിഴങ്ങ ഇരിപ്പുണ്ടല്ലോ, കൂവക്കിഴങ്ങ്, അവനും അങ്ങനെ തന്നെയാണ് വന്നത്. അങ്ങ് ഭയങ്കര മാസ് ഡയലോഗ് അടിക്കുമ്പം ഓർക്കണം. ഇനി ഈ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇവന് കുറച്ച് ഊക്കുകൾ കിട്ടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാം. കുറെ ആണുങ്ങൾ പറഞ്ഞു ജാസി കയറുകയാണെങ്കിൽ ഞങ്ങൾ കയറുന്നു. കയറിക്കോട്ടെ, ആണുങ്ങൾ കയറണം. എങ്ങനെ? സാരി ഉടുത്ത് ഞാൻ ചെയ്ത പോലെ സർജറിയും ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രാൻസ്ജെൻഡർ ID കാർഡ് എടുത്ത് ട്രാൻസ് വുമൺ ആയിട്ട് ബസ്സിൽ കയറാം. എല്ലാവരും കയറി കഴിഞ്ഞാൽ ഞാൻ പ്രതിഷേധിക്കും. എടാ ജാസി പഴമേ, കൂടെ നിൽക്കണ ആണുങ്ങൾ പഴമേ, നിങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കൈയടിക്കണം. ഈ നാണം കെട്ടവൻ പറഞ്ഞപ്പം എങ്ങനെ കയറിയാലും KSRTCക്ക് നീ കയറിയ പണി പാടും. അത് നീ ഓർത്തു. പിന്നെ ആണുങ്ങൾ കയറി അവർ അന്തസ്സായിട്ട് പൈസ കൊടുത്തോളും, പെണ്ണുങ്ങൾ ഫ്രീ ആയിട്ട് പൊക്കോളും. നീ ബേക്കിൽ ബസ്സിൻ്റെ ഏണിയുണ്ടല്ലോ ബേക്കിലുള്ള, അതിൽ തൂങ്ങി പിടിച്ച് നിന്ന് നീ പൊയ്ക്കോ. അത്രേ ഉള്ളൂ. ആ പഴം ഇരുന്ന് പറയുന്നത് സാരി ഉടുത്ത് കയറാൻ. സാരി ഉടുത്ത് കയറിയാൽ അവസാനം KSRTC തന്നെ അത് നിന്നെ കാരണം ഈ ഒരു നിയമം എടുത്ത് മാറ്റും, ഈ ഒരു ആനുകൂല്യം മാറ്റും. കാരണം നീ ഇനി കളിച്ച പെണ്ണുങ്ങൾ തുനിഞ്ഞങ്ങോട്ട് ഇറങ്ങും. കാരണം നീ ഇപ്പം പറഞ്ഞ പ്രസ്താവനകൾക്കൊക്കെ പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങും. അതിന് ഒരു ഡൗട്ടും വേണ്ട. നിന്റെ നീ ഗർഭം ഉണ്ടെന്നും പറഞ്ഞ് നടന്ന സമയത്തുണ്ടല്ലോ കുറെ എണ്ണം വന്നതാണ്. അന്ന് നീ ഇത് മാത്രം പറഞ്ഞ് നിന്നെ എന്തോ ഭാഗ്യത്തിനാണ് വെറുതെ വിട്ടത്. ഇതിങ്ങനെ ആയിരിക്കില്ല. നിന്നെ നാട് കടത്തും ജാസി. കുറെ ആൾക്കാർ എന്താ പറയുക കണ്ടന്റിന് വേണ്ടി ജാസി ഗർഭാത്രം ഉണ്ടെന്ന് പഠിച്ചിറക്കുന്നുണ്ട്. അത് കേട്ട് കുറെ കുലസ്ത്രീകൾ എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ മെസ്സേജ് അടക്കിട്ട് വീഡിയോ ചെയ്യും. പിന്നെ വന്ന് മോങ്ങിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ഗർഭാത്രം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്റെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞത് പോയി ആദ്യം കേട്ടിട്ട് സംസാരിച്ചാൽ മതി. നീ എന്തിനാടാ മോങ്ങുന്നേ? നീ അല്ലേടാ മോങ്ങുന്നത്? നിനക്കല്ലേടാ പേടി? നിന്റെ യൂട്യൂബ് ചാനൽ കണ്ടതാണ്. നിന്റെ ഇപ്പോഴേ ഈ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ ആ ക്ലിപ്സ് എടുത്ത് റിയാക്ട് ചെയ്തതാണ്. ഏതാണ്? നീ ഗർഭപാത്രം ഉണ്ട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കട്ടെ. അത് നീ അല്ലാതെ നിന്റെ പ്രേതോടാ വന്ന് സംസാരിച്ചത്. നീ ഇങ്ങനെ വായി തോന്നണത് വിളിച്ച് പറയുമ്പോൾ പെണ്ണുങ്ങൾ വന്ന് നിന്റെ കമന്റ് ബോക്സിൽ പ്രതികരിക്കണമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. നീയൊക്കെ ഏത് യൂണിവേഴ്സ് വല്ലതൊക്കെ അങ്ങോട്ട് പറയും. വായി തോന്നണത് കോതയ്ക്ക് പാട്ട് പോലെ പറയും. ബാക്കിയുള്ളവർ പ്രതികരിക്കുമ്പോൾ എല്ലാം കൂടെ എടുത്തു വെച്ച് നമ്മളെ റിയാക്ട് ചെയ്യും. മോങ്ങിയിട്ട് കാര്യമില്ല. ആദ്യം നീ മോങ്ങൽ നിർത്തടാ. നീ മോങ്ങൽ നിർത്ത്. ഇനി അല്ലെങ്കിൽ നാളെ അവൻ ഇതിലെ കുറേ ഭാഗം എഡിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവ ഒരു മാപ്പും പറഞ്ഞുകൊണ്ട് വരും. അല്ലെങ്കിൽ അവ എന്ത് ചെയ്യും? കമന്റ് ബോക്സ് ഓഫാക്കിയിടും. ഇതൊക്കെ ചെയ്യുള്ളൂ. എല്ലാവരും വന്ന് കൊടുത്ത് എവനെ പച്ച തേറി വിളിച്ച് എവനെ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പുറന്തള്ളണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത എവൻ്റെ വേറൊരു പ്രസ്താവന അയക്കാം.
ഒരു സ്ത്രീ ആവണം, ഒരു ആണുങ്ങൾ ഒരിക്കലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഡ്രസ്സ് ഇട്ട് നടക്കത്തില്ല. അവര് ഞാൻ പബ്ലിക്കലി വന്ന് എന്റെ സ്വത്വം എന്താന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മാത്രമല്ല, ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ട്രാൻസ് ID കാർഡ് എടുത്ത വ്യക്തിയാണ്. അതുകൂടാണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്ത വ്യക്തിയാണ്. പിന്നെ ഞാൻ എന്ത് സർജറി ചെയ്തോ, ഞാൻ ഏത് സർജറി ചെയ്തോ എന്ന് എനിക്ക് പൊക്കി കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുന്ന തീരുമാനം എടുക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഞാൻ എന്റെ കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന ട്രാൻസ് വുമണിന് കിട്ടിയിട്ടുണ്ട്. ട്രാൻസ് വുമണിന് കിട്ടുന്ന പരിഗണന വാങ്ങി എടുത്തിട്ടുണ്ട്. അത് അതിന് മരണം വരെ അങ്ങനെ തന്നെയാണ്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയുള്ള പൊരുത്. പിന്നെ നീ ഇപ്പൊ പറഞ്ഞ എന്താണ്? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രിവിലേജ്, അതിന് വേണ്ടിയിട്ടാണ് നീ ഈ സാരി ഉടുത്ത് നടക്കുന്നത്. പിന്നെ ആണുങ്ങൾ സാരി ഉടുത്ത ഇതാവത്തില്ല. നീ അങ്ങനെയല്ലേ നടക്കണം? നീ കല്യാണം കഴിച്ച എന്തിനാ? നിന്റെ സ്വത്തം നിനക്കറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും നീ കല്യാണം കഴിക്കില്ല. നീ ഓടിയേനെ ആ വീട്ടിൽ നിന്ന്. നീ എത്ര നിന്റെ ഉമ്മ പറഞ്ഞാലും നീ അറ്റ്ലീസ്റ്റ് ഒരു ആത്മഹത്യാ ശ്രമമെങ്കിലും നടത്തേനെ. നിന്റെ ഉള്ളിലൊരു പെണ്ണുണ്ടെങ്കിൽ നീ കല്യാണവും കഴിച്ച് ആ പെണ്ണിനെ നീ വഴിയാധാരമാക്കി ഒരു ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ പെണ്ണാണെന്നും പറഞ്ഞ് നീ ഒരു സാരി ഉടുത്ത് അല്ലെങ്കിൽ ചുരിദാർ ഉടുത്ത് നീ നടക്കുന്നുണ്ട്. ഇനി ഇവൻ ഈ സാരി ഉടുക്കുന്നതിനും ഇവൻ ഈ ചുരിദാർ ഇടുന്നതിനും ഇവൻ കുറെ ഈ കൊച്ചു പിള്ളേരെ മാലയും വലിച്ചു പൊട്ടിച്ച് അതിന്റെ കുറെ മുത്തും വെച്ച് ബാഗും ഉണ്ടാക്കി ഇവൻ ഉഡായിപ്പ് സാധനങ്ങൾ കൊണ്ട് ഇറക്കുന്നതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ മനുഷ്യനാണ്. ഈ മനുഷ്യനെ പിടിച്ചങ്ങ് ടാഗ് ചെയ്യും. എന്നിട്ട് ഇവ ഇരുന്ന് അത്രയും പറയണം. ഈ മനുഷ്യൻ പറയണം എന്താണ് ഇവന്റെ ബാഗിന്റെ റേറ്റ് ഏതെങ്കിലും കൂതറ സൈറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് അതിനെ പറയണം. അങ്ങനെ വൈറലാവുന്നുണ്ട്. ഒരു ഇതുമില്ല. ഇവനെയൊക്കെ അടിക്കണം. സത്യം പറഞ്ഞ റോഡിലിട്ട് ചൂലെടുത്ത് അടിച്ച് ഓട്ടിക്കണം ഈ രാജ്യത്ത് നിന്ന്. ഇതൊക്കെ ഭയങ്കര സമൂഹത്തിന്റെ മാലിന്യങ്ങളാണ്. കുറെ ഗർഭപാത്രം കൊണ്ടുവന്ന് വിളമ്പി പറഞ്ഞിട്ട് ഇപ്പൊ എന്താണെന്നറിയാമോ? ഒരുപാട് പേര് ഇവന്റെ കമന്റ് ബോക്സിൽ വന്ന് പെണ്ണുങ്ങൾ നന്നായിട്ട് ഇവനെ ചീത്ത വിളിക്കുന്നുണ്ട്. അതാണ് ഇവന് പൊട്ടിയത്. അവൻ തിരിച്ചു പറയും. നിങ്ങൾ നോക്കിക്കോ, ഇവൻ കമന്റ് ബോക്സ് ഓഫാക്കി മുങ്ങും, അല്ലാതെ ഒന്നുമല്ല. ഇനി ഇവന്റെ ഒരു സന്തത സഹചാരി ഉണ്ട്. ആരാണെന്നറിയാമോ? ബുദ്ധിജീവി ശ്രീലക്ഷ്മി. ആ ശ്രീലക്ഷ്മി അവനെ പറ്റി പറഞ്ഞ നമുക്കൊരു കാര്യം കേൾക്കാം. ജാസി മനുഷ്യനല്ലേ? ജാസി സ്ത്രീയാണല്ലോ. സ്ത്രീ അല്ലെന്നാരാ പറഞ്ഞേ? സ്ത്രീ അല്ലേ ജാസി പറഞ്ഞോ? അതെന്താ ജാസി പറഞ്ഞ സ്ത്രീ ആയിട്ടില്ലെന്ന്? ജാസി സ്ത്രീ ആയിട്ടില്ലെന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞതല്ല, പൊതുവെ എല്ലാരും പറഞ്ഞത് ജാസി സ്ത്രീ അല്ല, ജാസി സർജറി ഫുള്ള് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണല്ലോ ഇപ്പൊ കുറെ അമ്മച്ചിമാര് പറയണത്. അപ്പൊ ഞാൻ പറയാം, ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ത്രീകൾക്കാണല്ലോ കൊടുക്കുന്നത് KSRTC. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രത്യേക ഒരു പരിഗണന വരട്ടെ KSRTC. അങ്ങനെയുള്ള ഇപ്പൊ ട്രാൻസ് അങ്ങനെയുള്ളവർക്ക് പ്രത്യേക ഒരു പരിഗണന വരട്ടെ. അങ്ങനെയുള്ളവർക്ക് പ്രത്യേക സീറ്റുകളും കാര്യങ്ങളുമായിട്ട്. ജാസി മനുഷ്യനല്ലേ? അറിയാം. കാരണം എന്താണെന്നറിയാമോ? ജാസിക്കേ ഉറപ്പില്ല ജാസി പൂർണ്ണ സ്ത്രീയാണെന്ന്. ഇപ്പൊ ജാസി പറയുന്നത് അർദ്ധനാരീശ്വരനെ പോലെയാണ്. ഞാൻ പകുതിയാണ്, പകുതി പെണ്ണ്. എനിക്ക് ദൈവത്തിനെ വെച്ചുപോലും ഇവരെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എവളാണ് പോയി ശുശ്രൂഷിച്ചത്. എവള് ശുശ്രൂഷിച്ചപ്പോ എവക്കറിയാം അവൻ പൂർണ്ണ സ്ത്രീയാണെന്ന്. അവനേ അറിയത്തില്ല അവൻ പൂർണ്ണ സ്ത്രീയാണെന്ന്. എവക്കറിയാം പൂർണ്ണ സ്ത്രീയാണെന്ന്. അപ്പൊ പറഞ്ഞപ്പോ ചമ്മിപ്പോയി. കാരണം ജാസി പറഞ്ഞു ഞാൻ പകുതിയാണ്, പകുതി പെണ്ണാണെന്ന്. പിന്നെ പ്രത്യേക പരിഗണന തരും. ബസ്സിന്റെ ബേക്കില ഏണിയിൽ തൂങ്ങിപ്പോണം. ഈ പ്രത്യേക പരിഗണന വേണ്ടുന്ന ഈ ജാസിയെ പോലത്തെ ആൾക്കാര് എന്തായാലും നിങ്ങൾ പകുതിയാണ്, പകുതി പെണ്ണാണല്ലോ, കുറച്ചൊക്കെ ആരോഗ്യം ഉണ്ടല്ലോ ആണുങ്ങളാ. നിങ്ങൾ ബസ്സിന്റെ ബേക്കിലത്തെ ഏണിയിൽ കയറി നിന്ന് പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ടിക്കറ്റും കുറച്ച് പൈസ കൊടുത്തോ. പക്ഷെ ബസ്സിന്റെ ഏണി അതല്ലാതെ ബസ്സിന്റെ അകത്തോട്ട് വലത് കാല് വെച്ച് കയറിയ കുറുമുട്ടടിച്ച് പൊട്ടിക്കണം. ഈ പെണ്ണുമുള്ളക്ക് ഗർഭപാത്രമുണ്ട്. ആ ശ്രീലക്ഷ്മിക്ക് അവള് പൂർണ്ണ സ്ത്രീയാണ്. അവൾ എന്തിനാണ് വന്ന് കിടന്ന് അവന് വേണ്ടി സംസാരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പുറത്തോട്ട് വരുമ്പോൾ എല്ലാണോ മുങ്ങിക്കോളും, അത് വേറെ. ഇനി ഞാൻ ജാസിയെ കുറിച്ച് പറയുന്നത്, എടാ നാണം കെട്ട നാറി, നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞാൻ രേണാസുനേര ഡയലോഗാണ് കടമെടുക്കണത്. എടാ നാണം കെട്ട നാറികളെ എന്ന് പറയും കണക്ക്. എടാ നിന്റെ വീട്ടിൽ 10 അടയ്ക്ക ഉണ്ടെങ്കിൽ ഒരു മുണ്ടും എടുത്ത് പോയി അടയ്ക്കാമരത്തിന്റെ മണ്ടേ കയറി 10 പാക്ക് പറിച്ച് കടയെ കൊണ്ടുപോയി വിറ്റ് കുടുംബത്തിന് ഉമ്മ എല്ലാരെയും നോക്കടാ. നീ കിടന്ന് ഈ സാരി ഉടുത്ത് ചുരിദാർ ഉടുത്ത് നടന്ന ആൾക്കാരെ പറ്റിക്കാതെ ഒന്ന് പോടാർക്ക. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.